മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണം രൂക്ഷമാണ്. വെളിയങ്കോട്, ഹിദായത്ത് പള്ളി, പാലപ്പെട്ടി മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. പാലപ്പെട്ടിയിൽ 2 വീടുകൾ കടലെടുത്തു. കടലാക്രമണത്തിൽ വീടുകൾ തകരുന്ന ദൃശ്യങ്ങളും പുറത്തു. മക്കരപ്പറമ്പിൽ കുറുവാപ്പാടത്തെ വെള്ളത്തിലേക്ക് കാർ മറിഞ്ഞു. വാഹനമോടിച്ച ചാപ്പനങ്ങാടി സ്വദേശി കാറിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. സന്നദ്ധ പ്രവർത്തകർ ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ പുറത്തെത്തിച്ചത്. എടുക്കാൻ വേണ്ടി ക്രെയിനൊക്കെ എത്തി. വണ്ടി വെള്ളത്തിൽ പോയി. ലൈനില്ലേ വള്ളത്തിൽ പോയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, മലപ്പുറത്തെ വിടാതെ പിന്തുടരുകയാണ് മഴക്കെടുതിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസവും വലിയ നഷ്ടങ്ങളുണ്ടായി, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്നും ഇപ്പോൾ അത് തുടരുകയാണ്. തീരദേശ മേഖലയിലേക്കാണ് ഇന്നിപ്പോൾ അപകട വാർത്തകൾ കൂടുതലും പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗൗതം, മലപ്പുറത്തെ സംബന്ധിച്ചോളം, ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയും തീരദേശ മേഖലയും ഒരുപോലെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഏറെ ദുരിതം അനുഭവിക്കുന്ന ഇടങ്ങളാണ്. അത് ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നോ തീരദേശ മേഖലയിൽ നിന്നോ വ്യത്യാസമില്ലാതെ തന്നെയാണ് ഈ ഇന്നലെയും ഇന്നുമായി ഇത്തരം ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയുമാണ് പൊന്നാനി തീരമേഖലയിൽ ആകെ ഇത്തരം കടലാക്രമണം ഉണ്ടായത്. ആ കടലാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ ഏറെ ഞെട്ടിക്കുന്നതാണ്. ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വീടുകളെല്ലാം ഇല്ലാതാകുന്നു. ആ വീടുകളെല്ലാം കടൽ എടുത്തുകൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ. ആ വീട് ഏകദേശം 7ഓളം വീടുകളാണ് ഇന്നലെയും ഇന്നുമായി ആ പ്രദേശത്ത് നിന്ന് മാത്രമായി അപ്രത്യക്ഷമായത്. കാരണം അത്രയും കുടുംബങ്ങളെ ഇപ്പോൾ ബന്ധുവീടുകളിലേക്കും ഒപ്പം തന്നെ ക്യാമ്പുകളിലേക്കുമെല്ലാം മാറ്റിയിരിക്കുകയാണ്. അതിരൂക്ഷമാണ് കടലാക്രമണം. ആ വീടുകൾ ഏകദേശം കടലിൽ നിന്നും തിരമാല എത്തുന്നതിൻ്റെ ഏകദേശം ഒരു 400 മീറ്റർ അകലത്തിലുണ്ടായിരുന്ന വീടുകളാണ്. അവിടേക്കാണ് ഈ കടലിൻ്റെ വീണ്ടും കടലാക്രമണം ഉണ്ടാവുകയും അവിടെ ആ വീടുകളെല്ലാം നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യം. ആ വീടുകൾ പൂർണ്ണമായും തരിപ്പണമായി. അങ്ങനെ ഒരു സ്ഥലമേ അവിടെ ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ ആ കടലിൻ്റെ തീരം മാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ മഴക്കെടുതി മറ്റ് മേഖലകളിലും. മക്കരപ്പറമ്പിലാണ് ഇന്ന് പുലർച്ചെയാണ് ആ വാഹനം, ഒരു കാറ് ഒഴുക്കിൽപ്പെടുന്നത്. അത് ഒരു പാടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെ പോവുകയായിരുന്നു ഈ കാറ്. ആ സമയത്താണ് ഈ വലിയ ഒഴുക്ക് പാടത്തു കൂടെ ഉണ്ടായിരുന്നു. അതായത് സമീപത്തെ ഒരു തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകിയതാണ്. ഇന്നലെ രാത്രിയും ഒക്കെ ശക്തമായ മഴ തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഈ തോട് കവിഞ്ഞൊഴുകുന്നത്. അതിലേക്കാണ്, ആ റോഡിലൂടെ പോകുന്ന വാഹനമാണ് നീങ്ങിപ്പോകുന്നതിനിടയിലാണ് ആ ഡ്രൈവർ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. തിരൂരങ്ങാടി സ്വദേശിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും അദ്ദേഹത്തിന് മറ്റ് പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വാഹനം രാവിലെയാണ് പിന്നെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മുകളിലേക്ക് കയറ്റുകയും ചെയ്ത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴയുടെ ശക്തിയും കുറഞ്ഞതുകൊണ്ട് ഈ വ്യാപകമായി ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കുറവുണ്ട്. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ ഇവയെല്ലാം വീണ്ടും അതുപോലെ തന്നെ കടലാക്രമണവും അതുപോലെ തന്നെ മലയോര മേഖലയിലെ ദുരിതവും എല്ലാം വീണ്ടും തുടരാൻ തന്നെയാണ് സാധ്യത. ശരി, ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്നും എന്തായാലും മലപ്പുറത്തും മഴ ശക്തമായി തുടരുന്നുണ്ട്. അതിൻ്റെ തോത് കുറയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.